ഇത് പ്രോൺസ് ഇടിച്ചൊലത്തിയത്. ഇത് നമ്മളെ ഷേരി തവ ഫ്രൈ. അയക്കൂറ കിങ് ഫിഷ് തവ ഫ്രൈ. ചെമ്മീൻ തവ ഫ്രൈ. ചെമ്മീൻ ഇടിച്ചൊലർത്തിയത്. ചെമ്മീൻ ചോറ്. ക്രാബ് റോസ്റ്റ്. ആലപ്പി ഫിഷ് കറി. ആലപ്പി ഫിഷ് കറിയാണ്. തേങ്ങ അരച്ച നല്ല തേങ്ങ അരച്ച ചെമ്മീൻ കറി അല്ലേ? അതെ, മാങ്ങയൊക്കെ ഇട്ടിട്ടുള്ളത്. ഓ, മാങ്ങ ഇട്ടിട്ടുണ്ട്. കേര മുളകിട്ടത്. കൂടെ കഴിക്കാൻ നമുക്ക് ഇടിയപ്പം ഉണ്ട്, അരിയ റൊട്ടി, തേങ്ങാപ്പത്തില്, പുട്ടുണ്ട്, പിന്നെ പൊറോട്ട, ചപ്പാത്തി, ഇതെല്ലാം എന്ത് വേണമെങ്കിലും കഴിക്കാനുള്ള വിശപ്പും കൊണ്ട് വന്നാൽ മതി. മീൻ കഴിക്കാനുള്ളൊരു മൂടും. ഈ വഞ്ചി നിറയെ മീൻ ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സലിലെ, ഇത് എന്തൊക്കെ മീനാണുള്ളത് ഇവിടെ? ഫിഷ് നമുക്ക് ഡെയിലി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്രഷ് കാച്ചാണ് നമ്മൾ എടുക്കുന്നത്. ഓരോ ദിവസത്തെ അവൈലബിലിറ്റി പോലെ ഇരിക്കും. അപ്പം ഇന്ന് നമുക്കുള്ളിൽ പ്രോൺസ് ഉണ്ട്, കിങ് ഫിഷ് ഉണ്ട്, അയില, മത്തി, പിന്നെ ഷേരി ഫിഷ് ഉണ്ട്, കിളിമീനുണ്ട്, അവോലി, ഇതെല്ലാം വരുന്നത്. ഇതെല്ലാം തവ ഫ്രൈ ആണ് നമ്മൾ ചെയ്യുന്നത്. ഈ കൗണ്ടറിലെല്ലാം തവയാണ്. തവയിൽ തന്നെ നമുക്ക് 3-4 ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അത് കാന്താരി മസാല ഉണ്ട്, ഗാർലിക് മസാല ഉണ്ട്, നമ്മുടെ റെഡ് മസാല വരുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം നമ്മൾ തവയിൽ ചെയ്തിട്ട് നമ്മളെ മസാലയും ഇതെല്ലാം ആഡ് ചെയ്തിട്ട് ഇച്ചിരി ഒരു ഗ്രേവി പോലെ ആയിട്ട് ബേസിക്കലി ഒരു തവ ഫ്രൈൻ്റെ ഒരു ഫീലിലാണ് നമ്മൾ എല്ലാം ഇത് ചെയ്യുന്നത്. ബൈ ഓർഡർ നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് വന്ന് ഫിഷസ് കണ്ട് സെലക്ട് ചെയ്ത് അതെല്ലാം ആസ് പെർ സൈസാണ് പ്രൈസും വരുന്നത്. ഓരോ ഫിഷിനും ഓരോ സൈസിലനുസരിച്ചിട്ടാണ്. അപ്പൊ തന്നെ ഇന്നേരം തന്നെ എടുക്കുന്നു, ഇതാക്കുന്നു, മസാലയിൽ ഇടുന്നു, തരും. അതെ, ഇതിന്റെ കൂടെ വേറൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഇദ്ദേഹം ഇതിന്റെ ഓണറാണ് കേട്ടോ. സലില് വേറൊരാളും കൂടെ ഉണ്ട് അവിടെ ഇങ്ങനെ നിൽപ്പുണ്ട്, ലുക്മാൻ. ഇവർ രണ്ടുപേരുമാണ് ഈ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്ന. വേറൊരു ഒന്നും കൂടെ പ്രധാനപ്പെട്ട കാര്യം, രണ്ടുപേരും ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞവരാണ് കേട്ടോ. ഒമാനിൽ അൽഹയിൽ ഒരു 4 മാസം മുമ്പ് കിങ്സ് പാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കൊച്ചിയിലൊക്കെ ഉള്ളവർക്ക് അറിയാം, സലീം ഹസൻ കിങ്സ് പാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവർ കേറ്ററിംഗ് ബിസിനസ് രംഗത്ത് പാരമ്പര്യമായിട്ട് തലമുറകളായിട്ട് ആ ഒരു ബിസിനസ് രംഗത്ത് തന്നെ നിൽക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് വന്നപ്പോഴത്തേക്കും ഫുഡിൻ്റെ കാര്യത്തിൽ 100% നോ കോംപ്രമൈസ്. ഫെബ്രുവരി 22-ാം തീയതി വരെ ഇവിടെ ഒരു സീ ഫുഡ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. നമ്മൾ സാധാരണഗതിയിൽ സീ ഫുഡ് ഫെസ്റ്റിവൽ എന്ന് കേൾക്കുമ്പോൾ എന്താ വിചാരിക്കുക? ഉച്ചയ്ക്കും രാത്രിയിലും ഒക്കെ സീ ഫുഡുള്ള വിഭവങ്ങളായിരിക്കുമെന്ന്. ഇതങ്ങനെയല്ല. ഇതൊരു പുതിയ കോൺസെപ്റ്റാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും ഉച്ചയ്ക്ക് ഊണിനും ഈ വൈകുന്നേരത്തെ ചായയ്ക്കും അതുപോലെ തന്നെ രാത്രിയിലും ഡിന്നറിനും. ഇനി അത് മാത്രമല്ല, വീക്കെൻഡ്സിൽ മിഡ് നൈറ്റിലും നല്ല ദമ്മിട്ട ചെമ്മീൻ ബിരിയാണി അടക്കമുള്ള കാര്യങ്ങളാണ് ഇവരിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. തനി നാടൻ ഫീൽ കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ മെയിൻലി ഉദ്ദേശിച്ചത്. അപ്പം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് വരെ പലതും നമ്മൾ നാട്ടിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് കൊണ്ടുവന്നത്. ഇപ്പം കൊടംപുളി, പച്ചക്കുരുമുളക്, കാന്താരി, അതൊക്കെ ഇവിടെയും കിട്ടും. പക്ഷെ നമുക്ക് നമ്മുടെ നാടൻ ഫീൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് നാട്ടിൽ നിന്ന് നമ്മൾ തന്നെ കൊണ്ടുവന്നു. അത് നമ്മളെ സീ ഫുഡിൻ്റെ മെയിൻ ഹെഡ് ഷെഫ് തന്നെ വന്നിട്ടുണ്ട്. അപ്പം ഇത് തന്നെ അല്ലാണ്ട് നമ്മൾ 1 മാസം നീണ്ടു നിൽക്കുന്നതാണ്. ഓരോ ഐറ്റംസ് ഇങ്ങനെ ഓരോ ദിവസങ്ങളായിട്ട് പുതിയത് വന്നുകൊണ്ടിരിക്കും. സലിലിന്റെ ഐഡിയയിൽ വന്നത് ഏതാണ് ഇതിനകത്ത്? എങ്ങനെ സലില് അല്ല, നമ്മള് ഇപ്പൊ ഞാൻ തലശ്ശേരിക്കാരനാണ്. ചെമ്മീൻ ചോറ് നമ്മളൊരു കാര്യമായൊരു സാധനമാണ്. ഇപ്പൊ നമ്മൾ എല്ലായിടത്തും നമ്മൾ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്ന സാധനമാണ്. അപ്പൊ ചെമ്മീൻ ചോറൊക്കെ നമ്മൾ തലശ്ശേരി എന്നുള്ള സൈഡിൽ നമ്മളിതാണ്. സീ ഫുഡൊക്കെ പിന്നെ ഷെഫിന്റെയും ഫാദറിന്റെ ഒക്കെ ഓരോ സജഷൻസിലും ഇതിലൊക്കെ വന്നതാണ്. പിന്നെ ഓരോ ആൾക്കാർക്ക് ഫിഷ് ഓരോ പ്രിയപ്പെട്ട ഫിഷ് ഉണ്ട്. പ്രിപ്പറേഷൻസ് കുറേ ഇതുണ്ട്. ചില ആൾക്കാർക്ക് കറിയിലാണ് ഇഷ്ടം, ചിലർക്ക് ഫ്രൈയിലാണ് ഇഷ്ടം, ചിലർക്ക് തവ ഫ്രൈ, ചിലർക്ക് നല്ലോണം മുരിയണം. അപ്പം അതുകൊണ്ട് ഒരു ലൈവ് കൗണ്ടർ വെച്ചിട്ട് നിങ്ങളുടെ പ്രിഫറൻസ് എന്താ അതുപോലെ നമ്മൾ ചെയ്തുതരാം. മുരിയണം എന്ന് പറഞ്ഞാൽ മതി. അധികം മുരിക്കണം എന്ന് പറഞ്ഞാൽ അത് മുരിക്കാണ്ടിരിക്കും. അസാധ്യ രുചിയാണ് ഇതിന് കേട്ടോ. ചെമ്മീൻ ഇടിച്ചൊലർത്തിയത് ഇവിടെ വന്നാൽ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യണം കേട്ടോ. ഞാൻ നല്ലോണം സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യാണ്. തലശ്ശേരിയുടെ സ്പെഷ്യലാണ് ചെമ്മീൻ ചോറ്. ആ ചോറൊക്കെ പാകത്തിന് നല്ല പാകത്തിനുള്ള എരിവ് ആണ് ഹൈലൈറ്റ്. സലിലെ 100 വർഷത്തെ പാരമ്പര്യമാണ്. 100 വർഷത്തിലധികം പാരമ്പര്യമാണ്. ഞാനും ബ്രദറും ആക്ച്വലി 5th ജനറേഷൻ ആണ്. 1953 എന്ന് പറയുന്നത് നമ്മള് ഗ്രാൻഡ് ഫാദർ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞ ശേഷമുള്ളതാണ് ഈ 1953 തൊട്ടുള്ളത്. അതിന് മുമ്പും അവർ ജനറേഷനായിട്ട് ശ്രീലങ്കയിലും അവിടെയൊക്കെ ഹോട്ടൽ ബിസിനസ്സിന് ഉണ്ടായിരുന്ന ആൾക്കാരാണ്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു 5ാമത്തെ ജനറേഷനും അതിങ്ങനെ നമ്മളിങ്ങനെ ക്യാരി ഫോർവേഡ് ചെയ്ത് കൊണ്ടുപോവാ അടുത്തടുത്ത സ്ഥലങ്ങളും പുതിയ സ്ഥലങ്ങളിലൊക്കെ. അതുകൊണ്ട് തന്നെ ഫുഡിന്റെ ആ ഒരു ക്വാളിറ്റിയും അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് പോകുന്നത്. നമ്മൾ അവിടെ വെച്ചും കഴിച്ചിട്ടുണ്ട്. കൊച്ചിയിലുള്ളവർക്ക് നന്നായിട്ട് അറിയാം കിങ്സ് പാർക്ക്. അത് സലീം ഹസൻസ് കിങ്സ് പാർക്ക് ഒമാനിലെ അൽഹയിലാണ് കേട്ടോ ഈ റെസ്റ്റോറൻറ്റ്, കിങ്സ് പാർക്ക് റെസ്റ്റോറൻറ്റ് ഉള്ളത്. ഇപ്പോൾ രാവിലെ 8 മണി മുതൽ രാത്രി 12 മണി വരെ ഈ ഒരു സീ ഫുഡ് ഫെസ്റ്റിവൽ ഉണ്ട് എല്ലാ ദിവസവും. വീക്കെൻഡ്സിൽ നേരത്തെ പറഞ്ഞിരുന്നതുപോലെ രാത്രി 12 മണിക്ക് ചെമ്മീൻ
ബിരിയാണിയുടെയൊക്കെ ദം പൊട്ടിക്കും. അത് പുലർച്ചെ 3 മണി വരെ ഉണ്ടാവും. ടേക്ക് വേയോ ഓർഡേഴ്സോ അതെല്ലാം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അറിയണമെങ്കിൽ എഴുതി കാണിക്കുന്ന നമ്പറിൽ സലിലിനെ വിളിച്ചാൽ മതി, അല്ലെങ്കിൽ ഇവിടെ വരുമ്പോൾ സലിലിനെ കണ്ടാലും മതി.